ചിരി തുടരും ഈ ചിരി പകരും നാടാകെ ഇത് പടരും ഒരു തരി കിട്ടി. 8 മണിക്കൂർ തൊഴിലെന്നത് 12 മണിക്കൂറാക്കി വർദ്ധിപ്പിച്ചു. തൊഴിലുടമകൾക്ക് തോന്നും പോലെ എന്താ രാജ? തൊഴിലുടമകൾക്ക് തോന്നും പോലെ ജീവനക്കാരെ പിരിച്ചുവിടാനും സ്ഥാപനം അടച്ചുപൂട്ടാനും അവസരമൊരുക്കിയിരിക്കുകയാണ്. സഖാവേ, എന്തൊക്കെയപ്പോ ഈ കേൾക്കണത്? ഇതിലും വലുതാ വരാൻ പോണത്. തൊഴിലാളികളുടെയും കർഷകരുടെയും സംയുക്ത നേതൃത്വത്തിൽ പ്രതിഷേധം രാജ്യവ്യാപകമായി നാളെ. തൊഴിൽ കോഡുകൾ കത്തിക്കും. രാജ്യവ്യാപകമായ പ്രക്ഷോഭം നാളെ. ഇങ്ങനെ തൊഴിൽ കോഡ് കത്തിച്ചിട്ടും പ്രക്ഷോഭം നടത്തിയിട്ട് അങ്ങനെ കഴിഞ്ഞോളി. ഇങ്ങനെ ചിരിക്കോ? എന്റെ മരം കോയമ്പത്തൂർ കമ്പിയിൽ പണിയെടുക്കില്ലേ? ഓനങ്ങനെ പിരിച്ചു വിടുമ്പളേ ഇങ്ങനെ ചിരിത്തണം. അല്ല സഖാവേ, നമ്മളെ 48 ഇപ്പൊ 49 പറഞ്ഞു വെക്കണല്ലോ, ശരിയാണോ? ആ ശരിയാണ്. ഇപ്പം ഇവിടെ നിലവിലുള്ള കൗൺസിലർ രജനി തന്നെയാണ് മത്സരിക്കണത് ഈ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം ഓളല്ലേ മത്സരിച്ച്, ഇപ്രാവശ്യം ഓളന്നെയാ? എന്തേ പറ്റിയില്ലേ? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് മുഴുവനോട് ചെയ്തില്ലേ? എൻ്റെ വീട്ടിലിപ്പം ജപ്പാൻ കുടിവെള്ളം തന്നെയല്ലേ ഉപയോഗിക്കുന്നത്. വീട്ടിൻ്റെ മുന്നിൽ കൂടിയുള്ള നല്ല ഇന്റർലോക്ക് ഇട്ട വഴിയിൽ കൂടിയല്ലേ വണ്ടിയായിട്ട് ഇവിടെ എത്തിയത്. ഇതൊന്നും പോരല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കുക സഖാവേ. നോക്കടുണ്ണിയാ, നോക്ക് നോക്ക്. ഇതൊക്കെ നമ്മളെ സർക്കാരിന്റെ പരിഷ്കാരങ്ങളാണോ? നോക്ക് രാജ, ഒന്നുമില്ലെങ്കിലും വൈകുന്നേരം ആകുമ്പോ പേരക്കുട്ടീനെ കൊണ്ട് ഇവിടെ കാറ്റ് കൊണ്ടുവിടെ. ഓ, ഇനി കൊറേ കാറ്റുകൊണ്ടിട്ടാ. പോട്ടെ. സഖാവേ, നമ്മളെ പ്രവർത്തകരൊക്കെ നല്ല ഉസാറിലാണല്ലോ. പ്രചരണം പൊടിക്കുന്നുണ്ട്. കമ്പനിക്കാരൊക്കെ നേരത്തെ വന്നിട്ടുണ്ടല്ലോ. ഒരു പഴയ കമ്പനിക്കാരല്ലേ കാട്ട ടീം. എല്ലാരും നേരത്തെ എത്തിക്കണല്ലോ. അല്ല സഖാവേ, മൂപ്പരെങ്ങനെ ഞങ്ങൾക്ക് സീക്കനാവുക? സുരേഷേ, ഓൻ ഇവിടെ ചങ്ങായി ആയിപ്പോയി. പെട്ടെന്ന് അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റുമോ? ഒന്നിങ്ങനെയും കിടക്കട്ടെ സഖാവേ. എന്നാ ശരി, ഓക്കെ ഓക്കെ. പറയുന്നത് ചെയ്യും, ചെയ്യുന്നതേ പറയും. തുടരും വികസനവും. എന്താ ഉണ്ണിയ, അനക്ക് പിടിച്ചില്ലേ? പറഞ്ഞതൊക്കെ ചെയ്തിട്ടില്ലേ ഞങ്ങളുടെ സർക്കാർ? ഈയും എൻ്റെ ഭാര്യ ജാനും ക്ഷേമ പെൻഷനായിട്ട് മാസം തോറും 1600 റുപ്യ എണ്ണി വാങ്ങിയിട്ടില്ലേ? ഇപ്പം അത് 2000 റുപ്യ ആക്കിക്കണം. തുടർഭരണം കിട്ടിയാൽ ഇനിയും വർദ്ധിപ്പിക്കും ഞങ്ങളുടെ സർക്കാർ. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക സഖാവേ. എന്ത് പറഞ്ഞു കൊടുക്കാൻ? കൂട്ടിക്കിണ് കൂട്ടുന്നൊക്കെ പറയല്ലാതെ അത് സമയത്തിന് കൈ കിട്ടണ്ടേ? സഖാവേ, 18 മാസം പെൻഷൻ കുടിശ്ശിക ബാക്കിയാക്കി പോയ പാർട്ടിന്റെ ആളാണ് ഉണ്ണിയെ. നമ്മുടെ കേരളം എന്തെല്ലാം അതിജീവിച്ചിട്ടാണ് മുന്നോട്ട് പോയത്. കേരളത്തിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. കരിമ്പുഴ പഞ്ചായത്തിലെ 17-18 വാർഡുകളുമാണ് വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചുപോയതിന്റെ ഓർമ്മയിൽ നിന്ന് അവരിനിയും മോചിതരായിട്ടില്ല. സ്വന്തമെന്നോർത്ത് ചേർത്തു പിടിച്ച കൈകൾ പലതും തണുത്തുറഞ്ഞു പോയതുപോലും അവരറിഞ്ഞില്ല. രാജ്യത്ത് കോവിഡിന്റെ പുതിയ വകഭേദം വ്യാപിക്കുന്നു. 63 പേരെ ബാധിച്ചത് XFG ആണെന്ന് ജനിതക ശ്രേണീകരണത്തിൽ കണ്ടെത്തി. ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മളതിനെ ഒറ്റക്കെട്ടായിട്ട് നേരിട്ടില്ലേ? നമ്മളെ കേരളത്തിന് തരാനുള്ള അർഹതപ്പെട്ട പണം തരാതെ കഷ്ടപ്പെടുത്തുകയല്ല കേന്ദ്രം ചെയ്തത്. ഇതൊക്കെ സംഭവിച്ചിട്ടും നമുക്ക് തരാനുള്ള പൈസ മുടക്കിയിട്ടുണ്ടോ ഈ സർക്കാർ? ഇതൊക്കെ ഓർമ്മ വേണം ഉണ്ണിയെ. ഉമ്മക്കൊക്കെ പെൻഷൻ തന്നാൽ നമ്മളെ മടിയന്മാരാവും പറഞ്ഞ്
അതിന് പാര വെക്കാൻ നോക്കിയ ആളാ ഓന്റെ നേതാവ്. ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന് വരെ പറഞ്ഞില്ല ഇവന്റെ പാർട്ടിക്കാര്. കുറച്ച് നേരം വൈകിയാലും ഈ പെൻഷൻ കിട്ടുന്നത് നമുക്കൊരാശ്വാസം തന്നെ. അല്ലാണ്ട് എങ്ങനെയാ എന്റെ സൂക്കടിനും മരുന്നൊക്കെ ആർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് അങ്ങോട്ട് പോയാ മതിയായിരുന്നു. നിങ്ങളെ വർത്താനം കേട്ടാ വിചാരിക്കും പെൻഷൻ കണ്ടുപിടിച്ചത് നിങ്ങളാണെന്ന്. അനക്കെന്താണ്ട് സംശയം? 1980 സഖാവ് ഇ കെ നായനാര് മുഖ്യമന്ത്രി ആയപ്പോൾ 45 ഉറുപ്പ്യ തുടങ്ങിയ പെൻഷനാണിത്. ഇപ്പൊ നമ്മളെ പിണറായി സർക്കാർ 2000 ആക്കി. ഉണ്ണേട്ടോ, ആ ഉണ്ണേട്ടാ, ഞാൻ വീട്ടിൽ പോയി. ഞാനെടുത്ത് നീ അവിടെ കൊടുത്തേക്കണേ. ഞാനെടുത്ത് പറഞ്ഞത് ഇങ്ങോട്ട് ഉണ്ടാവുന്നു ട്ടാ. പെൻഷനാണേ. എത്ര ദിവസം തരണം നിങ്ങളെ? ഇത് 1600 കുടിശ്ശിക. ഇത് 2000 ഈ മാസത്തെ. ഈ കുടിശ്ശികൊന്നും ഇല്ല കേട്ടാ. ഇതേ 4 ദിവസം കൊണ്ട് കൊടുത്തു വെക്കണം. ഞാൻ പോട്ടെ. നിങ്ങള് പറഞ്ഞതിക്ക് വാങ്ങിച്ചേ. എന്താണടാ നിങ്ങൾ ഇത്ര പെട്ടെന്ന് മറന്നോയോ? നീ എന്താ പറ. അതേപോലത്തെ ഒരെണ്ണം. അതൊക്കെ അച്ഛൻ വാങ്ങി തരൂടാ. അതൊക്കെ അച്ഛൻ വാങ്ങി തരൂ. എന്നാ പോട്ടെ. ആ വെള്ളത്തിൽ പോയി കളിക്കല്ലേട്ടാ. എന്തേടാ അബ്ദോ, അന്റെ പ്രാവിനെ കാണാനില്ലേ? എന്റെ സബ്ജനെ കാണുന്നില്ലല്ലോ. ഉണ്ണിയേട്ടാ, കോളടിച്ചല്ലോ. അല്ല, കൊറേ പൈസ ഉണ്ടല്ലോ കയ്യില്. 3600 ഉറുപ്പ്യാണ് എണ്ണി വാങ്ങിയത്. ആണോ? ഓന്റെ ഭാര്യയ്ക്കും അത്ര തന്നെ കിട്ടിക്കണ്. എന്നിട്ട് തൃപ്തിയുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെ തൃപ്തി ഉണ്ടാവാനാ? നമ്മളെ വാർഡിലെ ആദ്യം ലൈഫിൽ പെര കിട്ടിയതാർക്കാ? മൂപ്പർക്കല്ലേ. എന്നിട്ട് വല്ല തൃപ്തി ഉണ്ടായിട്ടുണ്ടാ? അല്ല, നിങ്ങളെ പഴയ ചോർന്നൊലിച്ച പെരയൊക്കെ അങ്ങക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ആടുകൾ അങ്ങനെയാണ്ട് അബ്ദോ, എല്ലാം പെട്ടെന്നാണ്ട് മറന്നാടും. കണ്ണുണ്ടാകുമ്പോഴേ കണ്ണിന്റെ വില അറിയും. എന്റെ പൊന്നു സഖാവേ, 3-4 മാസം മുമ്പ് മൂപ്പര് രാവിലെ നടക്കാൻ ഇറങ്ങിയതാ. അപ്പൊ എന്ത് പറ്റിയെന്നറിയോ? വണ്ടി ഇടിച്ച് മൂപ്പര് സൈഡായി. 3-4 ദിവസം മൂപ്പർക്ക് പണിക്ക് പോലും പോകാൻ പറ്റിയില്ല. 2 തടിമാടന്മാര് മക്കളുണ്ട്. തിരിഞ്ഞു നോക്കിയില്ല. മൂപ്പർക്കും മൂപ്പരെ പെണ്ണുങ്ങളും ജാനുവമ്മക്ക് നമ്മുടെ പെൻഷൻ വഴി കിട്ടിയ പൈസ കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടന്നു പോയത്. എന്റെ പൊന്നു ഉണ്ണിയേട്ടാ, ഓർമ്മയുണ്ട് അതൊക്കെ? ആരോട് പറയാ? മോനെ ഉണ്ണിയെ, ആ കലിയൊന്നും മാഞ്ഞു പോയില്ലല്ലോ. എല്ലാരും ഉണ്ടല്ലോ. ഇരിക്കും. ആ ഉണ്ണിയേട്ടാ, വോട്ട് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങളെല്ലാവരും വോട്ട് ചെയ്ത് സഹായിക്കണേ. അതെന്ത് ചോദിക്കാനാണ് സഖാവേ? നമ്മളെ വോട്ട് നിങ്ങൾക്ക് തന്നെയല്ലേ. അപ്പൊ ഉണ്ണിയേട്ടാ, ആദ്യമായിട്ട് ലൈഫ് മിഷനിൽ നിങ്ങൾക്കാണ് ഞാൻ വീട് തന്നത്. അപ്പൊ ഈ വോട്ട് എനിക്കായിരിക്കും. ഉണ്ണിയേട്ടൻ വോട്ട് ചെയ്തിനെ സഹായിക്കണം. ചെയ്യൂല സഖാവേ? ഓ, മൂപ്പർക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കണ്. എന്നിട്ടും തൃപ്തി പോരാ. ഇനി മനസ്സിലാക്കിയാണ്ട് ചെയ്യട്ടെ. കുറച്ച് വീടും കൂടി കവർ ചെയ്യാണ്ട്. എന്നാല് ശരി. സകലെ കുറച്ചും കൂടി ഏരിയ കവർ ചെയ്യാണ്ട്. എന്നാ ശരിയാ മോളെ. ഇത്തവണ എന്റെയും ജാനുവിന്റെയും വോട്ട് നിനക്കാ. പറയുന്നത് ചെയ്യുന്നവർക്ക്, രജനിക്ക്. സന്തോഷായി ഉണ്ണിയേട്ടാ. എന്താ വോട്ടെ? പറഞ്ഞ വാഗ്ദാനങ്ങൾ മുഴുവൻ നിറവേറ്റിയ സ്ഥാനാർത്ഥിക്കാവട്ടെ ഇത്തവണയും നിങ്ങളുടെ മൂല്യമേറിയ വോട്ട്. ഒപ്പമുണ്ട് എന്നും.